നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഈ സാമ്പത്തിക വർഷം വ്യാവസായിക മേഖലയിൽ കേരളം നല്ല പുരോഗതി കൈവരിച്ചെന്നും ഇത് കേരളത്തിൻ്റെ നേട്ടമെന്ന് പറയാൻ ചിലർക്ക് പ്രയാസമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. LDFിനോട് വിരോധമായിക്കോളൂ, പക്ഷേ അത് നാടിനോടും ജനങ്ങളോടും ആകരുതെന്നും അദ്ദേഹം പറഞ്ഞു. നിഷേധ രൂപത്തിലുള്ള വലിയ പ്രചരണങ്ങൾ അഴിച്ചുവിടാൻ വല്ലാത്ത താൽപ്പര്യമാണ് ചിലർ കാണിക്കുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പിണറായി സർക്കാരിൻ്റെ ഭരണത്തിൽ വ്യവസായ രംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങളെ പുകഴ്ത്തി ലേഖനം എഴുതിയ ശശി തരൂരിനോടുള്ള നിലപാടിൽ കോൺഗ്രസിൽ ഭിന്നത. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ തരൂരിനെ വിമർശിച്ച് രംഗത്തെത്തിയെങ്കിലും തരൂരിനോട് KPCC അധ്യക്ഷൻ K സുധാകരൻ മൃദു നിലപാടാണ് സ്വീകരിച്ചത്. തരൂരിനെ കുറ്റപ്പെടുത്താതെ വ്യവസായ മന്ത്രിയെ തള്ളിയായിരുന്നു സുധാകരൻ്റെ പ്രതികരണം. എന്നാൽ തരൂരിൻ്റേത് അച്ചടക്ക ലംഘനമാണെന്ന് ഭൂരിപക്ഷം നേതാക്കളും അഭിപ്രായപ്പെട്ടു. നടപടി തീരുമാനിക്കേണ്ട AICC ആണെന്നും KPCC നേതൃത്വം വ്യക്തമാക്കുന്നു. കേരളത്തിൻ്റെ വ്യവസായ നേട്ടങ്ങളെ തള്ളിപ്പറഞ്ഞ് KPCC പ്രസിഡന്റ് K സുധാകരൻ MP. കോഴിക്കടകളും തട്ടുകടകളും പൂട്ടിപ്പോയ കടകളും വരെ ഉൾപ്പെടുത്തിയാണ് കേരളത്തിൽ ചെറുകിട സംരംഭങ്ങളുടെ കാര്യത്തിൽ വലിയ മുന്നേറ്റമുണ്ടായതായി പിണറായി സർക്കാർ അവകാശപ്പെടുന്നതെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. തരൂർ പുകഴ്ത്തിയ വ്യവസായ നേട്ടങ്ങളെ തള്ളിപ്പറയുമ്പോഴും തരൂരിനെ KPCC അധ്യക്ഷൻ വിമർശിച്ചില്ല. പാർട്ടിയുടെയും മുന്നണിയുടെയും നിലപാടിന് വിരുദ്ധമായി സ്വന്തം അഭിപ്രായം പറയണമെങ്കിൽ ശശി തരൂർ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് ഒഴിയാൻ മാന്യത കാട്ടണമെന്ന് UDF കൺവീനർ MMSN പറഞ്ഞു. ഗ്രൗണ്ട് റിയാലിറ്റി അറിയാതെയാണ് തരൂർ ഓരോന്ന് എഴുതുന്നതും പറയുന്നതുമെന്നും ലേഖനത്തിലെ ഉള്ളടക്കം അവാസ്തവവും അടിസ്ഥാനരഹിതവുമാണെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലത്തിൽ അന്വേഷിച്ചാൽ തന്നെ തരൂരിന് സ്വന്തം വാദം ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുമെന്നും MMSN കൂട്ടിച്ചേർത്തു. കേരളത്തിലെ വ്യവസായ വികസനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ടുള്ള ശശി തരൂരിൻ്റെ ലേഖനം വിവാദമായതിന് പിന്നാലെ പിന്തുണയുമായി ഇടതു നേതാക്കൾ. ശശി തരൂർ പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്നും അതിലൊരു തെറ്റുമില്ലെന്നും ധനമന്ത്രി KN ബാലഗോപാലും മുതിർന്ന CPM നേതാവ് EP ജയരാജനും പറഞ്ഞു. ലോകം അറിയുന്ന ബുദ്ധിജീവിയാണ് തരൂരെന്നും 4 തവണ തുടർച്ചയായി ലോക്സഭയിലേക്ക് ജയിച്ച വിപ്ലവകാരിയാണെന്ന് AK ബാലനും പുകഴ്ത്തി. ശശി തരൂരിനെതിരെ നടപടിയുണ്ടാവില്ലെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ തരൂർ പുകഴ്ത്തി ശരിയായില്ലെന്നും അഭിപ്രായമാണെങ്കിലും വിഷയം ആളിക്കത്തിക്കേണ്ടതില്ലെന്നാണ് ഹൈക്കമാൻഡ് ധാരണ. AICC നേതൃത്വം തരൂരിനെ പാർട്ടി നിലപാട് അറിയിച്ചെങ്കിലും തൽക്കാലം നടപടി വേണ്ടെന്ന നിലപാടിലാണ് കോൺഗ്രസ്. ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തരൂരിനോട് സംസാരിച്ചു. തരൂർ പാർട്ടി നയത്തിലേക്കെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി AICC വൃത്തങ്ങൾ വ്യക്തമാക്കി. കോൺഗ്രസ് MP ശശി തരൂർ ലേഖന വിവാദത്തിൽ നിലപാട് മയപ്പെടുത്തി സ്റ്റാർട്ടപ്പ് മേഖലയിൽ നേടിയ വികസനത്തെക്കുറിച്ച് മാത്രമാണ് ലേഖനത്തിൽ പറഞ്ഞതെന്നും